നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാർ മികച്ചത് തന്നെയെന്നും സരിൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്നും EP ജയരാജൻ. താൻ എഴുതാത്ത ആത്മകഥ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തുവന്നത് ചേലക്കരയിലും പാലക്കാടും LDF വിജയിക്കുമെന്നുറപ്പായപ്പോൾ നടത്തിയ ആസൂത്രിത നാടകത്തിന്റെ ഭാഗമെന്നും EP ജയരാജൻ. EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിനു പിന്നിൽ VD സതീശനെന്ന് ആവർത്തിച്ച LDF സ്ഥാനാർത്ഥി P സരിനും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും. മഹിളാ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാരി CPM-ൽ. കോൺഗ്രസ് BJP ബന്ധം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നേരിട്ട അവഹേളനം മൂലമാണ് പാർട്ടി വിട്ടതെന്ന് കൃഷ്ണകുമാരി. കോൺഗ്രസ് BJP ബന്ധങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അമ്പലപ്പാറ ചുരങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം, ഒരാൾ മരിച്ചു. മരിച്ചത് അമ്പലപ്പാറ കിഴക്കേ റോഡ് പൊട്ടച്ചിറ വീട്ടിൽ അബ്ദുൽ നാസർ. തൃശൂർ മാടക്കത്തറ കട്ടിലപ്പൂവത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം. വീടിന്റെ മതിലും ഗേറ്റും കാട്ടാന തകർത്തു. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് തകർത്തു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വ്യാജമദ്യവുമായി ഒരാൾ പിടിയിൽ. പിടിയിലായത് പല്ലൂർ പണ്ടാരത്തുപടി വീട്ടിൽ പ്രദീപ്. പ്രതിയെ പിടികൂടിയത് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് നടത്തിയ പരിശോധനയിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 10 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് പ്ലാറ്റ്ഫോമിനടുത്തെ എസ്കലേറ്ററിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പൊന്നാനി വ്യാജ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ചാനൽ പ്രതിനിധി ഉൾപ്പെടെ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ. EP ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കരാറിൽ എത്തിയിട്ടുണ്ടോ എന്ന് DC ബുക്സ് വ്യക്തമാക്കണം. തൃശൂരിലെ കനത്ത പരാജയത്തിന് ശേഷം K മുരളീധരൻ സമനില തെറ്റിയ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണകളുമായി ശിശുദിനം ആഘോഷിച്ച വിദ്യാലയങ്ങൾ. ജില്ലയിൽ ആവേശമുയർത്തി ശിശുദിന റാലികൾ. ശിശുദിന റാലിയിൽ ആകർഷണമായി ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുരുന്നുകൾ. വിവിധ കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു അനുസ്മരണ യോഗങ്ങൾ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കം ആരോപിച്ച ഒറ്റപ്പാലത്ത് SMF SKMMA പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പാലക്കാട് ജില്ലാ പ്രതിഷേധ ധർണ. വഖഫ് ഭേദഗതി ബിൽ പാസായാൽ വാക്കാൽ വഖഫ് അംഗീകരിക്കില്ലെന്നും രേഖയില്ലാത്ത എല്ലാ വഖഫ് സ്വത്തും ഉപയോഗം അംഗീകരിക്കാതെ സർക്കാർ ഭൂമിയാകുമെന്നും നേതാക്കൾ. ഭക്തിയുടെ നിറവിൽ അഗ്രഹാരവീഥികൾ. കാശിയിൽ പാതിയായ കൽപ്പാത്തിയിൽ ദേവരഥ പ്രയാണം തുടരുന്നു. രണ്ടാം തേരുത്സവ ദിനത്തിലും ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യം. ദേവരഥ സംഗമം നാളെ. വാർത്തകൾ വിശദമായി. രണ്ടാം പിണറായി സർക്കാർ മികച്ചത് തന്നെയെന്നും സരിൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്നും EP ജയരാജൻ. തന്റെ ആത്മകഥ എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് പാലക്കാടും ചേലക്കരയിലും LDF വിജയിക്കുമെന്നുറപ്പായപ്പോൾ നടത്തിയ ആസൂത്രിത നാടകത്തിന്റെ ഭാഗമാണെന്നും ഇപ്പോൾ പുറത്തുവന്ന ഒരു കാര്യവും താൻ എഴുതിയതല്ലെന്നും EP ജയരാജൻ പറഞ്ഞു. പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് സരിൻ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണെന്നും കോൺഗ്രസുകാരനായിരുന്നപ്പോഴും സരിന് ഇടതു മനസ്സായിരുന്നെന്നും EP ജയരാജൻ. സരിൻ കോൺഗ്രസ് വിട്ടത് നേതാക്കൾ വ്യക്തി താൽപര്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ്. തന്റെ ആത്മകഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസാധകരുമായും കരാറില്ല. താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. താൻ എഴുതിയ ആത്മകഥ ഉടൻ പുറത്തുവരും. ഇപ്പോൾ പുറത്തുവന്ന ഒരു കാര്യവും താൻ എഴുതിയതല്ലെന്നും ടൈംസ് ഓഫ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വന്നത് ആസൂത്രിതമാണെന്നും EP ജയരാജൻ വ്യക്തമാക്കി. അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ സരീൻ. അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെയും മറ്റ് സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃഷിക്കാരോടും തൊഴിലാളികളോടും ഒപ്പമായിരുന്നു. ഇടതുപക്ഷ മനസ്സായിരുന്നു. ഒരു കാര്യം, DC ബുക്സിന് എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമെന്ന പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ എന്താ അവകാശം? ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? എന്ത് കരാറ്? ഞാൻ പറയട്ടെ, ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയില്ല. അതിൻ്റെ ആകെ വന്നതിന് ശേഷമുള്ള വായന നടന്നു കഴിഞ്ഞിട്ടില്ല. അതിൽ പല തെറ്റുകളോ തിരുത്തലുകളോ വേണമെന്ന് പോലും നോക്കിയിട്ടില്ല. ഞാനൊക്കെ എടുത്ത് കണ്ടു. ഞാൻ എടുത്ത് കാണുന്നത് ഞാൻ എടുന്ന് കാണാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അതായത് ഈ പുറത്തു വന്ന വാർത്തകളിൽ വന്ന ഒരു കാര്യവും ജയരാജൻ എഴുതാത്തതാണോ, അല്ലെ കുറച്ചു ഭാഗം മാത്രം? ഈ നിങ്ങൾ ഇന്നലെ ചാനലിൽ പ്രക്ഷേപണം നടത്തിയ എല്ലാ കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വായിച്ചാലേ പറയാൻ പറ്റൂ. എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത്? ആ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. എങ്ങനെ വന്നു?
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇ.പി. ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി. സരിൻ. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സരിൻ പാലക്കാട്ട് പറഞ്ഞു. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിനു പിന്നിൽ പ്രതിപക്ഷ നേതാവിന് പങ്കുണ്ട്. പോലീസ് അക്കാര്യം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം. യു.ഡി.എഫ് രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ വിരോധമാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയതെന്നും പാലക്കാട് യു.ഡി.എഫും ബി.ജെ.പിയും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നും ഡോക്ടർ പി. സരിൻ പറഞ്ഞു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി, ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചു കഴിഞ്ഞു. വിലയില്ലാത്ത ആളുകളായി വോട്ടർമാരെ, ജനാധിപത്യത്തിലെ പരമാധികാരികളായ ജനങ്ങളെ കാണുന്ന കോൺഗ്രസിന് ഏറ്റവും നല്ല ശിക്ഷ വയനാട് നൽകി കഴിഞ്ഞു. ഇനി പാലക്കാട്ടേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ചെയ്ത ഒരു തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെ, പ്രതികാരം ചെയ്യുന്നത് പോലെ, പരിഹാരം കണ്ടെത്തുന്നത് പോലെ പാലക്കാട്ട് പോളിംഗ് ശതമാനം കൂടുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട്ടിലെയും ചേലക്കരയിലെയും പോളിംഗ് ശതമാനം കുറഞ്ഞത് കേരളത്തിൽ എൽ.ഡി.എഫിനോടും യു.ഡി.എഫിനോടും ജനങ്ങൾക്കുള്ള അപ്രീതിയും വിശ്വാസക്കുറവും തെളിയിക്കുന്നതാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ഇ.പി. ജയരാജന്റെ ആത്മകഥ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തുവന്നതിൽ പ്രതിപക്ഷ നേതാവിന് പങ്കുണ്ടെന്നും കെ. സുരേന്ദ്രൻ പാലക്കാട് പറഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനുള്ള മുന്നണികളുടെ ശ്രമം പാളി. വഖഫ് വിഷയത്തിൽ ഇരു മുന്നണികളുടെയും സമീപനത്തിലെ അതൃപ്തി ക്രിസ്ത്യൻ വോട്ടർമാരെ പോളിംഗുമായി സഹകരിക്കുന്നതിൽ തടസ്സപ്പെടുത്തിയെന്നതും പ്രധാന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസും CPM-ഉം അപ്രസക്തമാവും. ജനകീയ പ്രതിപക്ഷമായി NDA മുന്നണി മാറും. ഇ.പി.യുടെ ആത്മകഥ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ പുറത്തുവന്നതിൽ പ്രതിപക്ഷ നേതാവിന് പങ്കുണ്ടെന്നും കെ. സുരേന്ദ്രൻ പാലക്കാട് പറഞ്ഞു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും പോളിംഗ് ശതമാന കണക്കുകൾ കേരളത്തിലെ LDF-നോടും UDF-നോടും സാധാരണ ജനങ്ങൾക്കുള്ള അപ്രീതി ശക്തമായി രേഖപ്പെടുത്തുന്നതാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു വലിയ വിഭാഗം നിഷ്പക്ഷമതികളായ ജനങ്ങൾ, പ്രത്യേകിച്ചും LDF-നോടും UDF-നോടും പ്രതിപത്തി പുലർത്തിയിരുന്ന ജനങ്ങൾ വയനാട്ടിൽ പോളിംഗിനോട് വിമുഖത കാണിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. വലിയ തോതിലുള്ള ന്യൂനപക്ഷ ഏകീകരണത്തിന് ശ്രമിച്ചിട്ടും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് വസ്തുതകൾ കാണിക്കുന്നത്. പരമ്പരാഗതമായി UDF-നെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സമൂഹം ആവേശത്തോടെ പോളിംഗിന് എത്തിയില്ല എന്നുള്ളതാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ആത്മകഥയിലെ പരാമർശങ്ങൾ ഇന്നലെ പുറത്തു വന്നത് വി.ഡി. സതീശന്റെ കൂടി ഉപദേശത്തിന്റെ ഭാഗമായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ആത്മകഥയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് സതീശന്റെ കൈ സംശയിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഹിളാ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാരി CPM-ൽ. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കൃഷ്ണകുമാരിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം പറഞ്ഞുകൊണ്ടിരുന്ന CPM BJP ബന്ധങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്ന് സുരേഷ് ബാബു പറഞ്ഞു. മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിന് വോട്ട് പിടിച്ചു കൊടുത്തത് ഷാഫി പറമ്പിലാണ്. പാലക്കാട് VK ശ്രീകണ്ഠൻ മത്സരിച്ചപ്പോൾ തിരിച്ചും വോട്ട് കൊടുത്തതായും സുരേഷ് ബാബു പറഞ്ഞു. കോൺഗ്രസ് BJP ബന്ധം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നേരിട്ട അവഹേളനം മൂലമാണ് പാർട്ടി വിട്ടതെന്ന് കൃഷ്ണകുമാരി വ്യക്തമാക്കി. വെള്ളിനേഴി പഞ്ചായത്തിൽ കോൺഗ്രസ് BJP യോജിച്ച ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധം അറിയിച്ചത് മുതലാണ് അവഗണന തുടങ്ങിയത്. 19 വർഷം നീണ്ട കോൺഗ്രസ് ബന്ധമാണ് ഉപേക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞു. ജില്ലയിൽ 2700-ഓളം കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും CPM ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. പാലക്കാട് പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ ഈ BJP കൂട്ടുകെട്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ ഈ CPM-ഉമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വെള്ളിനേഴി പഞ്ചായത്തിൽ തന്നെ നിരവധി അനുഭവങ്ങളുണ്ട്. ഇവർ താമസിക്കുന്ന വാർഡിൽ തന്നെ BJP-ക്കും കോൺഗ്രസിനും ഒറ്റ സ്ഥാനാർത്ഥിയാണ് ഉണ്ടായത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വസ്തുതാപരമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടി വിട്ടുവരുന്നവരെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വ്യാജ മദ്യവുമായി ഒരാൾ പിടിയിൽ.
പല്ലൂർ പണ്ടാരത്ത് പടിവീട്ടിൽ 34 വയസ്സുള്ള പ്രദീപാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ചിന്റെ പിടിയിലായത്. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ പല്ലൂർ, ദേശമംഗലം, തലശ്ശേരി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 5 ലിറ്റർ വ്യാജമദ്യവുമായി പ്രദീപ് പിടിയിലായത്. ആവശ്യക്കാർക്ക് 200 മില്ലിയുടെ ഫ്രൂട്ടി, മാ എന്നീ കുപ്പികളിലാക്കി കുപ്പി ഒന്നിന് 250 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതി മുൻപും ഇത്തരത്തിൽ അബ്കാരി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ രാമകൃഷ്ണൻ, ആർ കൃഷ്ണകുമാർ, പി പ്രശാന്ത്, പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിനോ, മാർട്ടിൻ റാഫേൽ, അനിൽ C ബാലകൃഷ്ണൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 10 കിലോ കഞ്ചാവ് പിടികൂടി. 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ 2 ബാഗുകളിലായി ഉപേക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് റെയിൽവേ പോലീസ് പ്ലാറ്റ്ഫോമുകളിൽ പരിശോധന നടത്തി വരുന്നതിനിടെയാണ് 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തെ എക്സ്ലേറ്ററിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ 2 ബാഗുകൾ കണ്ടെത്തിയത്. ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് 8 പൊതികളിലാക്കിയ നിലയിൽ 9.905 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ പോലീസ് SHO തോമസ് KO, SIമാരായ മനോജ്, ജയകുമാർ, CPOമാരായ അനൂപ്, സുഗിൽ, RPF ASIമാരായ പ്രദീപ് കുമാർ, തോമസ്, HCമാരായ പ്രദീപ്, അജീഷ് എന്നിവരാണ് കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇപ്പോൾ കിട്ടിയ വാർത്ത. വാഹന പരിശോധനയ്ക്കിടയിൽ ഷൊർണൂർ സബ് ഇൻസ്പെക്ടറെയും സീനിയർ സിവിൽ പോലീസ് ഓഫീസറെയും കയ്യേറ്റം ചെയ്ത ലോറി ഡ്രൈവർ അറസ്റ്റിൽ. ഒറ്റപ്പാലം പാലപ്പുറം SRK നഗർ മീറ്റ്ന മുച്ചിക്കൽ അച്യുതനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച രാവിലെ കൈരിയാട് വെച്ചായിരുന്നു വാഹന പരിശോധനയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് നേരെ കയ്യേറ്റം. കരിങ്കല്ല് കയറ്റി വരികയായിരുന്ന ലോറി തടഞ്ഞതിന് പിന്നാലെയായിരുന്നു ഡ്രൈവറുടെ പ്രകോപനമെന്ന് പോലീസ് പറഞ്ഞു. നടുറോഡിൽ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ച് ലോറി നിർത്തിയിറങ്ങിയ ഡ്രൈവർ ഷൊർണൂർ SI M മഹേഷ് കുമാറിനെയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുണിനെയും തള്ളിമാറ്റുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഷൊർണൂരിൽ നിന്ന് കൂടുതൽ പോലീസുകാർ എത്തിയാണ് ഇയാളെ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. വൈദ്യപരിശോധനയിൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നെന്ന് സ്ഥിരീകരിച്ചതായി പോലീസ് അറിയിച്ചു. SI M മഹേഷ് കുമാറിന്റെ പരാതിയിലാണ് കേസ്. ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഒറ്റപ്പാലം അമ്പലപ്പാറ റൂട്ടിൽ ചുനങ്ങാട് വില്ലേജ് ഓഫീസിനു സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. അപകടത്തിൽ മറ്റൊരു യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. അമ്പലപ്പാറ കിഴക്കേ റോഡ് പൊട്ടച്ചിറ പരേതനായ മുസ്തഫയുടെ മകൻ 40 വയസ്സുള്ള അബ്ദുൽ നാസറാണ് മരിച്ചത്. അപകടത്തിൽ കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശി 25 വയസ്സുള്ള ബിനീഷ് കുര്യന് ഗുരുതരമായി പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 9:20 അപകടം. വില്ലേജ് ഓഫീസ് പരിസരത്ത് ചുനങ്ങാട് ഉണ്ണിവൈദ്യർപടി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നാസറിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ മാടക്കത്തറ കട്ടിലപ്പൂവത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം. വീടിന്റെ മതിലും ഗേറ്റും കാട്ടാന തകർത്തു. പ്രദേശവാസി തൈക്കാട് മുളയിൽ രാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കട്ടിലപ്പൂവം മൃഗാശുപത്രിക്കും പള്ളിക്കുമിടയിലുള്ള തൈക്കാട് മുളയിൽ വീട്ടിൽ രാജു താമസിച്ചിരുന്ന വാടക വീടിന്റെ മതിലും ഗേറ്റുമാണ് കാട്ടാന തകർത്തത്. 3 കുട്ടികളടക്കം 6 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. ആനയുടെ പരാക്രമം കണ്ട വീട്ടുകാർ ഭയന്നു വിറച്ചു. വീടിന്റെ ഗേറ്റും മതിലും തകർത്ത ശേഷം സമീപത്തെ പള്ളിപ്പറമ്പിലേക്ക് കയറിയ കാട്ടാന പിന്നീട് സ്വമേധയാ കാട് കയറുകയായിരുന്നു. കഴിഞ്ഞ 2.5 വർഷത്തോളമായി വടക്കാഞ്ചേരി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെങ്കിലും കട്ടിലപ്പൂവത്ത് കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നത് ഇത് 2ാം തവണയാണ്. കുതിരാൻ തുരങ്കപാത തുറന്നതോടെയാണ് പ്രദേശത്തേക്ക് കാട്ടാനകൾ വന്നു തുടങ്ങിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തുരങ്കപാത തുറന്നതോടെ പഴയ കുതിരാൻ പാത അടച്ചിരുന്നു. ഇതോടെ പഴയ പാത വഴി വാഹന ഗതാഗതവും നിലച്ചു. ഇതോടെയാണ് PG വനമേഖലയിൽ നിന്നും പഴയ പാത മുറിച്ച് വടക്കാഞ്ചേരി വനമേഖലയിലേക്ക് കാട്ടാനകൾ കടന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വിവരമറിഞ്ഞ് പട്ടിക്കാട് വനംവകുപ്പ് അധികൃതരും മാടക്കത്തറ പഞ്ചായത്ത് അധികൃതരും സംഭവസ്ഥലം സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് തകർത്തു. പ്ലാന്റേഷൻ കല്ലാല ഡിവിഷനിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആക്രമണ സമയത്ത് ക്വാർട്ടേഴ്സിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. ആളുകൾ താമസമില്ലെങ്കിലും ഭക്ഷണം കഴിക്കുവാനും വസ്ത്രം മാറാനും വിശ്രമിക്കാനും ഉപയോഗിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ് കാട്ടാനകൾ ആക്രമിച്ചത്. ആക്രമണ സമയത്ത് ക്വാർട്ടേഴ്സിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല.
രാവിലെ പ്രദേശവാസികൾ വന്നു നോക്കിയപ്പോഴാണ് ക്വാർട്ടേഴ്സ് തകർത്ത വിവരമറിയുന്നത്. പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് ആക്രമിക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞയാഴ്ച അതിരപ്പള്ളി വെറ്റിലപ്പാറ പെട്രോൾ പമ്പിന് സമീപം കോഴിക്കോട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ കാട്ടാന ആക്രമിച്ചിരുന്നു. കാറിന്റെ മുൻഭാഗം തകർത്ത കാട്ടാനയെ കാറിലുണ്ടായിരുന്നവർ നിർത്താതെ ഹോൺ മുഴക്കിയാണ് ഓടിച്ചുവിട്ടത്. നേരത്തെ അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ മേഖലയിലെ എണ്ണപ്പനത്തോട്ടത്തിനകത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ മുകളിലേക്ക് കാട്ടാന എണ്ണപ്പന മറിച്ചിട്ടിരുന്നു. ആക്രമണത്തിൽ അംഗൻവാടിയുടെ മേൽക്കൂരയും ഭിത്തിയും തകർന്നു. പ്രവൃത്തി സമയമല്ലാത്തതിനാലാണ് അന്നും ആളപായം ഒഴിവായത്. മേഖലയിലെ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ അധികൃതർ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മതിലകത്ത് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ഹസീബ്, പെരിഞ്ഞനം പള്ളിവളവ് സ്വദേശി പ്രിൻസ്, കണ്ടശംകടവ് കാരമുക്ക് സ്വദേശി ബിനു എന്നിവരാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികളെ പോലീസ് സാഹസികമായി പിടികൂടിയത്. ഒക്ടോബർ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ID ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയത്. ഭീഷണിപ്പെടുത്തി കൂരിക്കുഴി ഭാഗത്തേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും ഫോണും തട്ടിയെടുത്ത് ഇവരെ ഇറക്കിവിടുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സംഭവത്തിലെ 2 പേർ സംഭവം നടന്ന ഉടൻ തന്നെ പിടിയിലായി. രക്ഷപ്പെട്ട 3 പേർ കൊടൈക്കനാൽ, ഗോവ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. അറസ്റ്റിലായ ഹസീബിന് മതിലകം, കയ്പമംഗലം, വലപ്പാട്, കാളിയാർ എന്നീ സ്റ്റേഷനുകളിലായി 15ഓളം കേസുകൾ നിലവിലുണ്ട്. പ്രിൻസിന് കാട്ടൂർ, പുത്തൂർ, കുരിശ് എന്നിവിടങ്ങളിലായി 2ഉം ബിനുവിന് വാടാനപ്പള്ളി, വലപ്പാട് സ്റ്റേഷനുകളിലായി 3ഉം കേസുകളുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SIമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ASI പ്രജീഷ്, CPOമാരായ ഷിഹാബ്, ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ ജലസേചനം മുടങ്ങിയത് മൂലം നെൽകൃഷി ഉണങ്ങി നശിക്കുന്നതായി പരാതി. പമ്പ് സെറ്റിന്റെ തകരാറ് മൂലം ജലസേചനം മുടങ്ങിയതോടെയാണ് ഷൊർണൂർ കാരക്കാട് പ്രദേശത്തെ 100 ഏക്കറിലധികം നെൽകൃഷി ഉണക്കുഭീഷണിയിൽ ഉള്ളത്. ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിലെ കാരക്കാട്, ചുടുവാലത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷിക്ക് ഭാരതപ്പുഴയിൽ നിന്ന് ജലസേചനത്തിനായി വെള്ളം പമ്പ് ചെയ്യുന്ന ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസിലെയും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ത്രാങ്ങാലി പാടശേഖരത്തിലെയും കാരക്കാട് പാടശേഖര സമിതിയിലെ കിഴക്കൻ മേഖലയിലേക്കും ഭാരതപ്പുഴയിൽ നിന്നും 2ാം വിള നെൽകൃഷിക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ത്രാങ്ങാലി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെയും മോട്ടോറുകളാണ് പ്രവർത്തനരഹിതമായത്. ഇതുമൂലം ഏക്കർ കണക്കിന് മുണ്ടകൻ നെൽകൃഷി ഉണങ്ങി നശിക്കുകയാണ്. വെള്ളമില്ലാത്തത് മൂലം 2ാം വിള കൃഷിപ്പണി തുടങ്ങിയ ഭാരതപ്പുഴ സ്റ്റേഷനു സമീപത്തെ നെൽപ്പാടങ്ങളിൽ ട്രാക്ടർ ഇറക്കാനും കഴിയാത്ത അവസ്ഥയാണ്. 2024 ജൂലൈയിലുണ്ടായ ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ വെള്ളം ഇരച്ചു കയറിയാണ് പമ്പ് സെറ്റുകൾക്ക് തകരാർ സംഭവിച്ചത്. മുൻകരുതലിനായി അറിയിപ്പുകൾ നൽകിയിട്ടും യഥാസമയം മോട്ടോറുകൾ ഉയർത്തിവെക്കാൻ ഉത്തരവാദിത്തമുള്ള ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിരുത്തരവാദിത്തം കാരണമാണ് പമ്പ് സെറ്റുകൾ നശിച്ചതെന്ന് കർഷകർ ആരോപിച്ചു. പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണുവാനാവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ, കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ്, ഷൊർണൂർ MLA P മമ്മിക്കുട്ടി, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് എന്നിവർക്ക് നിവേദനം നൽകിയതായി കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി ബിജു എന്നിവർ പറഞ്ഞു. മോട്ടർ വെള്ളം കയറി നശിച്ചത് കാരണം പമ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 10 ഏക്കറോളം നെൽകൃഷി നട്ട പാടങ്ങൾ ഉണങ്ങി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 10 ഏക്കർ കൃഷിസ്ഥലം ട്രാക്ടർ പൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. മൈനർ ഇറിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ വെള്ളം കയറാൻ മുമ്പേ പാടശേഖര സമിതി റിപ്പോർട്ട് ചെയ്താണ് മോട്ടോർ കയറ്റി. സാധാരണ മോട്ടോർ വെള്ളപ്പൊക്കം വരെ കയറ്റിക്കാന്ന് ഇവിടുത്തെ ഈ സമയബന്ധിതമായിട്ട് എടുത്തു മാറ്റാത്തതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ വെള്ളം കയറി മോട്ടോർ നശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ത്രാങ്ങാലിയിൽ മോട്ടോർ മറ്റ് വെള്ളം കയറി നശിക്കുകയാണ്. ഇത് 2 പാടശേഖരം, വാണിയംകുളം പഞ്ചായത്ത് ത്രാങ്ങാലി പാടശേഖരത്തിനും കാരക്കാട് പാടശേഖരം വെള്ളം എത്തിക്കുന്ന ത്രാങ്ങാലി പമ്പ് ഹൗസും വെള്ളം കയറിയ ഭാഗമായിട്ട് മോട്ടോർ വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പട്ടാമ്പി നഗരസഭയെ വെളിയിട മലമൂത്ര വിസർജ്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. പട്ടാമ്പിയിലെ പൊതുയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴയടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു.
സ്വച്ഛ് സർട്ടിഫിക്കേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭ വെളിയിട മലമൂത്ര വിസർജ്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചതോടെയാണ് കർശന നടപടികൾ നടപ്പാക്കുന്നത്. പൊതുജനങ്ങൾക്ക് ശൗചാലയ സൗകര്യത്തിനായി വിവിധയിടങ്ങളിൽ വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കും. ഇതോടൊപ്പം നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷനും ഉപയോഗപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. പട്ടാമ്പിയിലെ അതിഥി തൊഴിലാളികൾക്ക് താമസ സ്ഥലത്ത് തന്നെ ശൗചാലയങ്ങൾ സജ്ജമാക്കണമെന്നും അല്ലാത്തപക്ഷം നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. പട്ടാമ്പി നഗരസഭ വെളിയിട മലമൂത്ര വിസർജന നിരോധിത നഗരസഭയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മൾ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ 3-4 സ്ഥലങ്ങളിൽ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പൊതുജനങ്ങൾക്കായി കംഫർട്ട് സ്റ്റേഷൻ അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടാതെ നമുക്ക് നമ്മുടെ പട്ടാമ്പിയിൽ കൂടുതലായിട്ടും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ അവർക്ക് താമസിപ്പിക്കുന്ന അവരുടെ ആ സ്ഥാപനത്തിൽ തന്നെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 135ാം ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ലോകതന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന നെഹ്റുജിയുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായാണ് നമ്മളിന്നിവിടെ കൂടിച്ചേർന്നത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അതിനുശേഷം പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇത്രയധികം പ്രയത്നിച്ച, ഇത്രയും നല്ല രീതിയിൽ ഈ രാജ്യത്തെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച നെഹ്റുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷനായി. DCC സെക്രട്ടറി K കൃഷ്ണകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ വിജയപ്രകാശ് ശങ്കർ, പാലൊളി ഹുസൈൻ, A ഉണ്ണികൃഷ്ണൻ, P അനിൽകുമാർ, P ശിവദാസ്, VG ശ്രീനിവാസൻ, വിൻസെന്റ്, പ്രേദർശൻ, രവീന്ദ്രൻ, ഹരി, സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ. പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയകുമാരൻ അധ്യക്ഷനായി. K ഇന്ദ്രപ്രസാദ്, R രാധാകൃഷ്ണൻ, C കൃഷ്ണൻ, K രമേശ്, G ജയപ്രകാശ്, ഉദയചന്ദ്രൻ, ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ശിശുദിനാഘോഷം വർണ്ണാഭമാക്കി അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി UP സ്കൂൾ. ശിശുദിനത്തിൽ സ്കൂൾ കെട്ടിടത്തിന്റെ 2ാം നിലയുടെ ഉദ്ഘാടനം നടന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. നവംബർ 14 എന്ന് പറയുന്നത് ശിശുദിനമാണ്. കുട്ടികളെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ആ പ്രധാന ദിവസത്തിൽ തന്നെ നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് നമ്മുടെ ക്ലാസ് മുറികൾ പഠനം മാറ്റുകയാണ്. നേരത്തെ പ്ലാറ്റിനം ജൂബിലിയായി ബന്ധപ്പെട്ട് നമുക്കൊരു കെട്ടിടം ഇവിടെ ലഭിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം മറ്റു പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ താഴത്തെ നിലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ഇപ്പോൾ മുകളിലത്തെ നില കൂടി പണി പൂർത്തീകരിച്ച് അതിലേക്ക് UP ക്ലാസുകൾ മാറാൻ വേണ്ടി പോവുകയാണ്. ചടങ്ങിൽ PTA പ്രസിഡന്റ് സുജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ K ഉണ്ണി മാസ്റ്റർ, അമ്പലപ്പാറ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് മേജർ K രവീന്ദ്രൻ, പ്രധാനാധ്യാപിക K മഞ്ജു, T പ്രകാശ്, K പ്രീത, N അച്യുതാനന്ദൻ, BP ഗീത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഉപജില്ലാ മേളകളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശിശുദിനത്തിന്റെ ഭാഗമായി പ്രീ പ്രൈമറി രക്ഷിതാക്കൾക്കായി ശില്പശാല നടത്തി. പാട്ടുത്സവം, വരയുത്സവം, ഭക്ഷ്യമേള എന്നിവയും ഉണ്ടായിരുന്നു. കുഞ്ഞ
പായസ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൽ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ശിശുദിന റാലി സംഘടിപ്പിച്ചു. പറളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെമ്പകവല്ലി ശിശുദിന റാലി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ബാലജന സഖ്യത്തിന്റെ നേതൃത്വത്തിലാണ് ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ വി ഗോപിനാഥ്, MC മണിയൻ, ശിവദാസ്, PTA പ്രസിഡന്റ് വിദ്യ, M സൗമ്യ, M മിനി, PS ഗ്രീഷ്മ, CS ഷാഹിന, K വിനോദിനി എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ചെയർമാൻ KM രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വിദ്യാർത്ഥി KN അതുൽ കൃഷ്ണയാണ് ശിശുദിന റാലിയിൽ ചാച്ചാജിയായി വേഷമിട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കരുവന്നൂരിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിംഗ് ഡിവൈഡറുകൾ സ്ഥാപിച്ച ശേഷവും തുടരുന്നുവെന്ന് ആരോപിച്ച ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രതിഷേധം. ആഴ്ചകൾക്ക് മുമ്പ് അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് കാറിലിടിച്ച് ചെറിയ പാലത്തിൽ വെച്ച് കാർ ഡ്രൈവർ മരിച്ചിരുന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് നാട്ടുകാർ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് പോലീസ് ഏറെ വീതിയുള്ള പാലത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഓവർടേക്കിംഗ് ഒഴിവാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇത്തരത്തിൽ സ്വകാര്യ ബസ് ഡിവൈഡറിന് മറുവശത്തുകൂടെ ഓവർടേക്കിംഗ് നടത്തിയിരുന്നു. ഇത് സമീപത്തെ CCTVയിലും പതിഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചെറിയപാലം പരിസരത്ത് വീണ്ടും പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബസ്സുകളെ തടഞ്ഞു നിർത്തി വിഷയത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തി മുന്നറിയിപ്പ് നൽകിയാണ് നാട്ടുകാർ വിട്ടയച്ചത്. പ്രതിഷേധ സമരം നടക്കുന്നതറിഞ്ഞ് നിയമം തെറ്റിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ് രാവിലെ സർവീസ് നടത്തിയില്ല. നിയമം തെറ്റിച്ച് അമിത വേഗത തുടരുകയാണെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ജനകീയ പ്രതിരോധ സമിതി നേതാക്കൾ അറിയിച്ചു. നിയമം തെറ്റിച്ച ബസ്സിനെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന് സ്ഥലത്തെത്തിയ ചേർപ്പ് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിച്ചത്. അതിദാരുണമായ ഒരു അപകടം നടന്നിട്ട് ആഴ്ചകളായിട്ടുള്ളൂ ഇവിടെ. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഉണ്ടാക്കിയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഡറിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ബസ്സുകാർ ഇതിനെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡ് കയറി ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ പോയിക്കൊണ്ടിരിക്കുക. അതിനെതിരായിട്ടുള്ള നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അറിയിക്കുന്ന രീതിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ SMF, SKMMA നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പാലക്കാട് ജില്ലാ പ്രതിഷേധ ധർണ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നിലവിലുള്ള സംവിധാനങ്ങൾ ഏറെക്കുറെ നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. അതിന് നിരക്കാത്ത, ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ വഖഫിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തും വിധത്തിലുള്ള ചില പുതിയ പുതിയ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കാനുള്ള ഒരു സാഹചര്യം അത് ഇടയ്ക്കിടയ്ക്ക് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പൗരത്വ ബില്ല്, അതുപോലെ തന്നെ ഈ വഖഫ് സംബന്ധമായ പുതിയ നിയമം അത് ഇടയ്ക്കിടയ്ക്കിനെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഉഷാർ തരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പുതിയ നിയമങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് വലിയ പ്രതിസന്ധിയിലാവും. AU ചേക്കു ഹാജി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. മരക്കാർ മാരായമംഗലം മുഖ്യാതിഥിയായിരുന്നു. അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ വിഷയം അവതരിപ്പിച്ചു. അബ്ദുൽ ഖാദർ ദാരിമി, യൂസഫ് സാഹിബ്, MT സൈനുൽ ആബിദീൻ, ഖാജ ദാരിമി, ഉബൈദ് തങ്ങൾ ലക്കടി, VAC കുട്ടിഹാജി, റഹീം ഷാ നെന്മാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹമീദ് ഹാജി കരിമ്പ, അഷ്റഫ് ഹാജി, സുലൈമാൻ ഹാജി ആലയൂർ, അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കാളമ്പാറ, TP അബൂബക്കർ മുസ്ലിയാർ, മുഹമ്മദ് ഉണ്ണി മാസ്റ്റർ തണ്ണീർക്കോട്, റഫീഖ് ഒറ്റപ്പാലം, യൂസഫ് ഹാജി കാരക്കാട്, A സയ്യിദ് പുതുശ്ശേരി, അബ്ദുൽ റഹ്മാൻ മരുദൂർ, അഷ്റഫ് ഒറ്റപ്പാലം, റഹ്മാൻ പട്ടാമ്പി, ഖാജ ഉലൂമി പട്ടാമ്പി, ഷാഫി മാസ്റ്റർ, സൈദാലി മാസ്റ്റർ തിരുവേഗപ്പുറ, അലി മൗലവി നാട്ടുകല്ല്, ഹംസ ഫൈസി, സമദ് കൈപ്പുറം, വൈദ്യൻ മുഹമ്മദ് മണ്ണാർക്കാട്, ഹംസ സാഹിബ് അനങ്ങനടി, യൂസഫ് ഹാജി അയ്യങ്കുളം, ജബ്ബാർ മങ്കര, നിഷാദ്, ഹംസ ലത്തീഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. പക്ഷേ നാം പറയുന്ന ആശയങ്ങളിൽ ഓരോന്നിലും ഇതിൻ്റെ ശക്തിയും നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ ബലവുമുണ്ട് എന്നത്
നാം ഓരോരുത്തരും ഉൾക്കൊള്ളുകയും ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അധികാരികൾ ഇക്കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെയും കാരുണ്യത്തോടെയും കാണുകയും ചെയ്യണം എന്നതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കാലങ്ങളായി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങൾ, ചില കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുവിടുന്ന പെരും നുണകൾക്ക് താഴെയാണ് ഈ രാജ്യത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ല് പാസായാൽ വാക്കാൽ വഖഫ് അംഗീകരിക്കില്ലെന്നും ഇത് ശരീഅത്തിനെതിരാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ഇസ്ലാമിൽ വാക്കാണ് വഖഫിന്റെ നിബന്ധന. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. 4 ദിവസങ്ങളിലായി വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു കലോത്സവം. സമാപന ദിവസമായ വ്യാഴാഴ്ച 10 വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. നാടോടി നൃത്തം, സംഘഗാനം, ചെണ്ടമേളം തുടങ്ങിയ ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. നാല് ദിവസമായി വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് വ്യാഴാഴ്ച തിരശ്ശീല വീണത്. ഉപജില്ലയിലെ 77 വിദ്യാലയങ്ങളിൽ നിന്നായി 5000-ലധികം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം വെള്ളിയാഴ്ച എടപ്പലത്ത് സമാപിക്കും. കലോത്സവത്തിന്റെ 4ാം ദിനത്തിലും വാശിയേറിയ ജനപ്രിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. കലയുടെ 4 രാപ്പകലുകളായിരുന്നു കടന്നുപോയത്. കലയുടെ സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന എടപ്പലത്തെ കലോത്സവ നഗരിയിൽ 4ാം ദിനത്തിലും വിവിധ വേദികളിൽ വാശിയേറിയ മത്സരങ്ങൾ നടന്നു. മിക്കതും ജനപ്രിയ ഇനങ്ങൾ. പ്രതിഭകളുടെ വാശിയേറിയ മത്സരങ്ങൾ കാണാൻ നിരവധി ആസ്വാദകരും വേദികൾക്ക് മുന്നിൽ തടിച്ചുകൂടി. കോൽക്കളി, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, മൂകാഭിനയം, നാടകം, നാടോടി നൃത്തം തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. സമാപന ദിനമായ വെള്ളിയാഴ്ച 9 വേദികളിൽ മത്സരങ്ങൾ അരങ്ങേറും. പട്ടാമ്പി ഉപജില്ലയിലെ 77 വിദ്യാലയങ്ങളിൽ നിന്നായി 8000-ഓളം കലാപ്രതിഭകൾ 5 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സാധാരണക്കാരിയായ സ്ത്രീയെ മുൻനിർത്തി നടത്തിയ പൊന്നാനിയിലെ വ്യാജ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ചാനൽ പ്രതിനിധി ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യണമെന്നും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ. EP ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കരാറിൽ എത്തിയിട്ടുണ്ടോ എന്ന് DC ബുക്സ് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് ആവശ്യപ്പെട്ടു.
എന്തുകൊണ്ടാണ് പുസ്തകത്തിന്റെ പ്രകാശനം വൈകിപ്പിച്ചത് എന്നറിയാൻ കേരളത്തിന് താൽപര്യമുണ്ട്. ഇപിയെ വിശ്വാസമുണ്ടെന്ന് പറയുന്ന CPM സെക്രട്ടറി DC ബുക്സിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. തന്നെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന EP ജയരാജന്റെ വിശ്വാസ്യത കേരളത്തിനറിയാം. തനിക്ക് EPയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. തനിക്കെതിരെ കോടതിയിൽ പോകുമെന്ന് പറയുന്ന EP തങ്ങൾ രണ്ടുപേരുടെയും കൂടിക്കാഴ്ചകൾ നടന്ന സമയത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുമെന്ന് മറക്കരുത്. ഇത് തൻ്റെ ആത്മകഥയല്ല എന്ന് EP തന്നെ പറയുമ്പോൾ അതിൽ തനിക്ക് ഉത്കണ്ഠപ്പെടാൻ ഒന്നുമില്ല. യഥാർത്ഥ ആത്മകഥ ഇറങ്ങുമ്പോൾ പ്രതികരിക്കാം. EP ജയരാജന്റെ പുസ്തകത്തിലെ തന്നെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ച് ശോഭ പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി K മുരളീധരന് സമനില തെറ്റിയിരിക്കുകയാണ്. തൃശൂരിൽ അദ്ദേഹം പറഞ്ഞ പ്രവചനം തെറ്റി. അതോടെ നിലതെറ്റിയ അവസ്ഥയിലാണ് K മുരളീധരൻ. പാലക്കാട്ട് BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന K മുരളീധരന്റെ പ്രസ്താവന ബാലിശമാണ്. പാലക്കാട് BJP ജയിക്കും. സന്ദീപ് വാര്യർ വിഷയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ വിഷയത്തിൽ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കോടതി മുൻപാകെ ഇത് വെള്ളരിക്ക പട്ടണമല്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള ഫോണും ശ്രീമാൻ EP ജയരാജന്റെ കയ്യിലുള്ള ഫോണുമൊക്കെ ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ വ്യത്യാസത്തിലാണ് ഈ രണ്ട് ഫോണുകളും ഇരുന്നിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കാനെല്ലാം തന്നെ സാധിക്കുന്ന സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം ചർച്ച ചെയ്തതിന് ശേഷം ശ്രീമാൻ EPയെ കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കെന്തായാലും ശ്രീമാൻ EPയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. മാത്രവുമല്ല, EP തന്നെ പറയുകയാണ് ഇതെൻ്റെ ആത്മകഥയല്ല. അപ്പോൾ അങ്ങനെ EP നിഷേധിക്കുന്ന എന്നാൽ DC ബുക്സും നിഷേധിക്കാത്ത ഒരാത്മകഥയിൽ വന്ന എന്നെക്കുറിച്ചുള്ള ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അത് നമുക്ക് ആത്മകഥ പുറത്തിറങ്ങിയതിന് ശേഷം അതിനോടുള്ള കമൻസ് ഞാൻ പറയാം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കല്ലേക്കാട് കുടുംബയോഗം സംഘടിപ്പിച്ചു. മുൻ MLAയും AICC അംഗവുമായ ഷാനിമോൾ ഉസ്മാൻ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിൽ ബൂത്ത് പ്രസിഡന്റ് വിദ്യാധരൻ അധ്യക്ഷനായി. വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹറ മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. ഷാഫി പറമ്പിൽ MP, വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷംല ഷൌക്കത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OG ജനീഷ്, ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫിറോസ് ബാബു, സുദേവൻ, അബ്ദുൾ റഹ്മാൻ, കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി. സ്റ്റേജ് മത്സരങ്ങൾ നവംബർ 19 മുതൽ നടക്കും. ഉപജില്ലയിലെ 57 സ്കൂളുകളിൽ നിന്നായി 6000-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 63ാമത് പറളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രചനാ മത്സരങ്ങൾക്ക് പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നവംബർ 19 ചൊവ്വാഴ്ച മുതലാണ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുക. ഉപജില്ലയിലെ 57 സ്കൂളുകളിൽ നിന്നായി 6000-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ ഭാഗമായി 15 വേദികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി പ്രോഗ്രാം കൺവീനർ ശ്രീവത്സൻ മാസ്റ്റർ പറഞ്ഞു. 4 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവത്തിൽ ഇവിടുത്തെ 6 പഞ്ചായത്തുകളിൽ നിന്നായി 53 സ്കൂളുകളിലെ 6000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് രചനാ മത്സരങ്ങളാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 19, 20, 21 തീയതികളിലാണ് സ്റ്റേജ് തല മത്സരങ്ങൾ ആരംഭിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനും പ്രശസ്ത നാടൻപാട്ട് കലാകാരനുമായ ശ്രീ പ്രണവം ശശിയാണ് കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കൊപ്പം മേഖലാ സമ്മേളനം കുളപ്പള്ളി കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു. അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് P. കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ സംഘടന സംഘടിച്ചാലേ പുതിയൊരു ശക്തി ഉണ്ടാവുള്ളൂ. കേരളത്തിലെ 2ാമത്തെ സ്വതന്ത്ര സംഘടനയാണ് CWS എന്ന് നമ്മൾ പറയുന്നുണ്ട്. 1ാമത്തവനാരാന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കുറേ വേദികളിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത വ്യക്തിത്വങ്ങളാണ് നമ്മളെല്ലാവരും. അവരെ കണ്ടിട്ടെങ്കിലും നമ്മൾ പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടമത്സരങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ഇടമത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും വയസ്സ് കൂടിയ ആൾക്കാരാകൊണ്ട് ഞാൻ വിശദീകരിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. സാമ്പത്തികത്തിൽ ഇടമത്സരങ്ങൾ കൊണ്ടുവരല്ലേ, തൊഴിലിൽ കൊണ്ടുവരൂ. സമ്മേളനത്തിൽ കൊപ്പം മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു.
ജില്ലാ സെക്രട്ടറി ബിജു ചാർലി സംഘടനാ വിശദീകരണവും സംസ്ഥാന ട്രസ്റ്റി ബോർഡ് അംഗം ഹരികുമാർ ക്ഷേമനിധി വിശദീകരണവും നടത്തി. കൊപ്പം മേഖലാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ റിപ്പോർട്ടും ട്രഷറർ മുഹമ്മദ് മുസ്തഫ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CWSA സംസ്ഥാന ട്രഷറർ KK രാജേഷ്, ജോയിന്റ് സെക്രട്ടറി KH തരിയക്കുട്ടി, മേഖലാ സെക്രട്ടറി മുഹമ്മദ് ബഷീർ, ജില്ലാ ട്രഷറർ രാജാമണി, അശോകൻ, ഗോപകുമാർ, സതീശൻ, ജയൻ, ഗോപാലൻ, അനീഷ്, പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുഴൽമന്ദം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉഷ മാനാട്ട് നിർവഹിച്ചു. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ M കൃഷ്ണകുമാർ അധ്യക്ഷനായി. സ്റ്റാർ സിംഗർ ഫെയിം PB അഞ്ജു മുഖ്യാതിഥിയായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K വിക്ടർ ഡേവിഡ് ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സംസ്ഥാന കായികമേളയിൽ മികവ് തെളിയിച്ച CA ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മിഫ്ര, വെള്ളി മെഡൽ നേടിയ ആൽബിൻ, 2024-25 ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ കായികമേളയിൽ ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ റിലേയിൽ വെള്ളി മെഡൽ നേടിയ സെനിൽ ബെയ്സ്, സിൽവർ നേടിയ ജ്യോതിക, സബ് ജൂനിയർ കബഡി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഹൃദയ എന്നിവരെയാണ് അനുമോദിച്ചത്. അധ്യാപക സംഘടനാ പ്രതിനിധികളായ V ഷാജു, EB ബിജിൻ, പ്രിൻസിപ്പൽ ഫോറം പ്രതിനിധി അനിത, HM ഫോറം കൺവീനർ V കൃഷ്ണനന്ദൻ, പോലീസ് സ്റ്റേഷൻ SHO മനോജ് K ഗോപി, BRC ട്രെയിനർ ഡോക്ടർ F ജെഷി, UJBS സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീലത, SMC വൈസ് ചെയർമാൻ KK ജയകൃഷ്ണൻ, L തോമസ്, മണികണ്ഠൻ, ചന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി S അശ്വതി, സ്കൂൾ ചെയർപേഴ്സൺ M ആര്യ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ ജോയിന്റ് കൺവീനർ സുനന്ദ S നായർ സ്വാഗതവും അമൽരാജ് മോഹൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കാശിയിൽ പാതിയായ കൽപ്പാത്തി രഥോത്സവ നിറവിൽ. 2ാം തേരുത്സവ ദിനത്തിലും ആയിരങ്ങളാണ് കൽപ്പാത്തിയിലെത്തിയത്. വെള്ളിയാഴ്ചയാണ് ദേവരഥ സംഗമം. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗവും ആളുകൾ തടിച്ചുകൂടുന്ന അഗ്രഹാരവീഥികളിൽ ഒരു പരിധിവരെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭക്തിയുടെ നിറവിലാണ് അഗ്രഹാരവീഥികൾ. രഥാരോഹണത്തിന് ശേഷം വിശ്വനാഥസ്വാമി, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ 3 രഥങ്ങളിലേക്ക് കയറ്റി ഗ്രാമവീഥികളിലൂടെ പ്രദക്ഷിണം ആരംഭിച്ചു. ആയിരക്കണക്കിന് ഭക്തരാണ് തേരുവലിക്കാൻ എത്തിയത്. ഭഗവാനെ ഭക്തർ തന്നെ അഗ്രഹാരങ്ങൾ ചുറ്റിക്കാണിക്കുന്നതാണ് രഥപ്രയാണം. 2ാം തേരുത്സവ ദിനത്തിലും രഥപ്രയാണം തുടരുകയാണ്. 15-ന് 3ാം തേരുത്സവം നടക്കും. അന്നേ ദിവസം വൈകുന്നേരമാണ് ദേവരഥ സംഗമം. 10 ദിവസത്തെ ഉത്സവത്തിന് 16-ന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൈമക്കുന്നത്ത് കാവിൽ ഡിസംബർ 15 മുതൽ 22 വരെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയായി പന്തൽ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്ര മേൽശാന്തി കാൽനാട്ടിൽ കർമ്മം നിർവഹിച്ചു. 100 കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു കാൽനാട്ടിൽ ചടങ്ങ് നടന്നത്. മാനേജിംഗ് ട്രസ്റ്റി K രവീന്ദ്രനുണ്ടി, എക്സിക്യൂട്ടീവ് ഓഫീസർ K മനോജ് കുമാർ, മാനേജർ PK സുരേഷ്, സപ്താഹ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് A ബാലസുബ്രഹ്മണ്യൻ, കൺവീനർ ചക്രാട്ട് രാജൻ, ജോയിന്റ് ട്രഷറർ C അരവിന്ദാക്ഷൻ തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 2ാം തവണയാണ് ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുന്നത്. യജ്ഞാചാര്യൻ, ആചാര്യൻ, ഭാഗവതരത്നം മണിവർണ്ണൻ നമ്പൂതിരി, കോഴിക്കോട്. പുല്ലൂർമന എന്നാണ് ആളുടെ മനയുടെ പേര്. അദ്ദേഹമാണ് ഇപ്രാവശ്യത്തെ ഭാഗവതാചാര്യൻ, യജ്ഞാചാര്യൻ. ആ സപ്താഹത്തിൻ്റെ, ഈ വർഷത്തെ സപ്താഹത്തിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം നടക്കാനിരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പന്തൽ കാലിനാട്ടി കർമ്മമാണ് ഇപ്പോൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ആഴ്ചകൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ മണ്ണൂർ നഗരിപ്പുറം പ്രധാന കനാലിൽ വ്യാപകമായ തോതിൽ മാലിന്യം തള്ളിത്തുടങ്ങി. പ്രദേശത്ത് CCTV സ്ഥാപിച്ച മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 2 ആഴ്ച മുൻപാണ് കനാൽ വകുപ്പ് കനാലുകൾ ശുചീകരിച്ചത്. അന്ന് ലോഡ് കണക്കെ മാലിന്യം നീക്കിയാണ് കനാൽ ശുചീകരണം പൂർത്തീകരിച്ചത്. ഹോട്ടൽ മാലിന്യം, വീടുകളിലെ മാലിന്യം, പച്ചക്കറി മാലിന്യം അടക്കം ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി കനാലിനകത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇരുട്ടിന്റെ മറവിലാണ് മാലിന്യം തള്ളുന്നത്. മാലിന്യത്തിന്റെ ദുർഗന്ധം മൂലം സമീപവാസികളും പ്രയാസത്തിലാണ്. 1/2 കിലോമീറ്റർ ദൈർഘ്യം വരെ മാലിന്യങ്ങളുടെ നീണ്ട നിര കാണാം.
വിഷയത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് CCTV സ്ഥാപിച്ച് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടം മാലിന്യ കേന്ദ്രമായി മാറുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. നിരവധി വർഷങ്ങളായിട്ടും ഇതിനെതിരെ മണ്ണൂർ പഞ്ചായത്തോ ആരോഗ്യവകുപ്പോ പോലീസോ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മണ്ണൂരിൽ നിന്നും കൊളപ്പള്ളി റോഡിലേക്ക് പത്തിരിപ്പാല ഭാഗത്തേക്ക് ഒരു ചെറിയ റോഡാണ് കനാലിൻ്റെ അതേ വരുന്നത്. അത് 2 ആഴ്ച മുമ്പ് വളരെ വൃത്തിയായി അത് നേരാക്കിയാണ്. ഇപ്പോൾ വീണ്ടും മാലിന്യം കൊണ്ടിട്ട് കോഴി അവശിഷ്ടങ്ങളും പച്ചക്കറി വേസ്റ്റും കൊണ്ടിട്ട് വളരെ മാലിന്യം മുക്തമാക്കിയിട്ടുണ്ട്. അതിനെതിരെ പഞ്ചായത്ത് വളരെ ശക്തമായ നടപടിയെടുത്തേ പറ്റൂ. കാരണം അതിൽ റോഡ് വരാനുള്ളതാണ്. അത് വെറും കടലാസ് രേഖകളിൽ മാത്രം ഒതുങ്ങി കിടക്കുന്നു. പഞ്ചായത്ത് അടിയന്തരമായി CCTV ഫിറ്റ് ചെയ്ത് മാതൃകാപരമായി പ്രതികളെ പിടിച്ച് ശിക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കൈമക്കുന്നത്തുകാവിന് സമീപത്തെ പൊതുകിണർ കാടുപിടിച്ച് നാശത്തിന്റെ വക്കിൽ. വേനലിലും മഴക്കാലത്തും ഇഷ്ടാനുസരണം വെള്ളമുണ്ടായിരുന്ന ആഴമുള്ള കിണറാണ് നിലവിൽ ദുരവസ്ഥയിലായത്. പ്രദേശത്തെ നിരവധി ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഈ കിണർ 1 വർഷം മുമ്പ് വരെ ഉപയോഗപ്രദമായിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പൊതുകിണർ പ്രദേശവാസികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സജ്ജമാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കുന്നംകുളം വടുത്തലവട്ടം പാടത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിച്ചു. വട്ടംപാടം സ്വദേശി ബി.രാവുവിന്റെ വീടിന് മുൻവശത്ത് നിർത്തിയിട്ട ബൈക്കാണ് കത്തിച്ചത്. വണ്ടി കത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇക്കഴിഞ്ഞ 9-ാം തീയതി രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. ഉറക്കത്തിനിടെ ജനലിലൂടെ വെളിച്ചം കണ്ടതോടെ വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് വാഹനം കത്തുന്നത് കണ്ടത്. തുടർന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തി. ആദ്യം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതിയിരുന്നെങ്കിലും സംശയം തോന്നി CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് അജ്ഞാതനായ വ്യക്തി വീടിന്റെ മതിൽ ചാടിക്കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വീട്ടുടമയ്ക്ക് ലഭിച്ചത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി തളിക്കുളം സ്വദേശി പാച്ചു എന്നറിയപ്പെടുന്ന വലിയ കത്ത് വീട്ടിൽ ഫാസിലിനെയാണ് തടങ്കലിലാക്കിയത്. 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 6ഓളം കേസുകളിൽ പ്രതിയാണ് ഫാസിൽ. KSRTC ബസ്സിൽ വെച്ച് സഹയാത്രികനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 6 മാസത്തേക്ക് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ VS ബിനു, ASI സ്നേഹമോൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2ാം പിണറായി സർക്കാർ മികച്ചത് തന്നെയെന്നും സരിൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്നും EP ജയരാജൻ. താൻ എഴുതാത്ത ആത്മകഥ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തുവന്നത് ചേലക്കരയിലും പാലക്കാടും LDF വിജയിക്കുമെന്നുറപ്പായപ്പോൾ നടത്തിയ ആസൂത്രിത നാടകത്തിന്റെ ഭാഗമെന്നും EP ജയരാജൻ. EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിനു പിന്നിൽ VD സതീശനെന്ന് ആവർത്തിച്ച LDF സ്ഥാനാർത്ഥി P സരിനും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും. മഹിളാ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാരി CPM-ൽ. കോൺഗ്രസ് BJP ബന്ധം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നേരിട്ട അവഹേളനം മൂലമാണ് പാർട്ടി വിട്ടതെന്ന് കൃഷ്ണകുമാരി. കോൺഗ്രസ് BJP ബന്ധങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അമ്പലപ്പാറ ചുരങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം, ഒരാൾ മരിച്ചു. മരിച്ചത് അമ്പലപ്പാറ കിഴക്കേ റോഡ് പൊട്ടച്ചിറ വീട്ടിൽ അബ്ദുൽ നാസർ. തൃശൂർ മാടക്കത്തറ കട്ടിലപ്പൂവത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം. വീടിന്റെ മതിലും ഗേറ്റും കാട്ടാന തകർത്തു. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് തകർത്തു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വ്യാജമദ്യവുമായി ഒരാൾ പിടിയിൽ. പിടിയിലായത് പല്ലൂർ പണ്ടാരത്തുപടി വീട്ടിൽ പ്രദീപ്. പ്രതിയെ പിടികൂടിയത് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് നടത്തിയ പരിശോധനയിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 10 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് പ്ലാറ്റ്ഫോമിനടുത്തെ എസ്കലേറ്ററിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പൊന്നാനി വ്യാജ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ചാനൽ പ്രതിനിധി ഉൾപ്പെടെ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ. EP ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കരാറിൽ എത്തിയിട്ടുണ്ടോ എന്ന് DC ബുക്സ് വ്യക്തമാക്കണം. തൃശൂരിലെ കനത്ത പരാജയത്തിന് ശേഷം K മുരളീധരൻ സമനില തെറ്റിയ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണകളുമായി ശിശുദിനം ആഘോഷിച്ച വിദ്യാലയങ്ങൾ. ജില്ലയിൽ ആവേശമുയർത്തി ശിശുദിന റാലികൾ. ശിശുദിന റാലിയിൽ ആകർഷണമായി ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുരുന്നുകൾ. വിവിധ കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു അനുസ്മരണ യോഗങ്ങൾ.
വഖഫ് മദ്രസ വിരുദ്ധ നീക്കം ആരോപിച്ച ഒറ്റപ്പാലത്ത് SMF SKMMA പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പാലക്കാട് ജില്ലാ പ്രതിഷേധ ധർണ. വഖഫ് ഭേദഗതി ബിൽ പാസ്സായാൽ വാക്കാൽ വഖഫ് അംഗീകരിക്കില്ലെന്നും രേഖയില്ലാത്ത എല്ലാ വഖഫ് സ്വത്തും ഉപയോഗം അംഗീകരിക്കാതെ സർക്കാർ ഭൂമിയാകുമെന്നും നേതാക്കൾ. ഭക്തിയുടെ നിറവിൽ അഗ്രഹാരവീഥികൾ. കാശിയിൽ പാതിയായ കൽപ്പാത്തിയിൽ ദേവരഥ പ്രയാണം തുടരുന്നു. രണ്ടാം പേരുത്സവ ദിനത്തിലും ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യം. ദേവരഥ സംഗമം നാളെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.